തീരെ നിലവാരം കുറഞ്ഞൊരു പ്രസ്താവന. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുന്നത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് കേരളത്തിന് വേണ്ടി എന്തൊക്കെയോ വലിയ വാഗ്ദാനങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെയാണ് മാധ്യമങ്ങളെല്ലാം പ്രചരിപ്പിച്ചത്. പക്ഷെ ഒരു വാഗ്ദാനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കേരള സമൂഹത്തിൽ വർഗീയതയുടെ വിഷം ചീറ്റാനാണ് വീണ്ടും പ്രധാനമന്ത്രി വന്നിരിക്കുന്നത്. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, ഇത് ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ഒക്കെ അവരൊക്കെ ഉഴുതു മറിച്ചിട്ട മണ്ണാണ് ഈ കേരളം. ജനങ്ങളെയെല്ലാം സ്നേഹിച്ചും പരസ്പരം ബഹുമാനിച്ചും ഒക്കെ നിൽക്കുന്ന നാട്. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിട്ട് പ്രാസം ഒപ്പിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് വർഗീയത വിളമ്പുകയല്ല വേണ്ടത്. അത് അങ്ങേയറ്റത്തെ നിലവാരം കുറഞ്ഞ പ്രസ്താവനയായിപ്പോയി. പ്രധാനമന്ത്രിക്ക് മനസ്സിലാവാനിരിക്കുന്നുള്ളൂ. ഇപ്പോഴും ഈ പഞ്ചായത്ത് ഇലക്ഷനും പ്രധാനമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ടാവണം. പുള്ളി പറഞ്ഞിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അഹമ്മദാബാദ് കോർപ്പറേഷനെ പോലെയാണെന്ന്. കേരളം മനസ്സിലായിട്ടില്ല പ്രധാനമന്ത്രിക്ക്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഒന്ന് പ്രധാനമന്ത്രി എടുത്ത് പരിശോധിച്ച് നോക്കണം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എത്ര പെർസെന്റേജ് വോട്ടാണ് ബിജെപി കിട്ടിയത്? എത്ര ജില്ലാ പഞ്ചായത്ത് കേരളത്തിൽ ബിജെപി കിട്ടിയിട്ടുണ്ട്? എത്ര ബ്ലോക്ക് പഞ്ചായത്തുകൾ ബിജെപി കിട്ടിയിട്ടുണ്ട്? ഈ കണക്കൊന്ന് പ്രധാനമന്ത്രി പരിശോധിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം ജുംലകളൊന്നും കേരളത്തിൽ ചെലവാവില്ല. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. SITയുടെ മേൽ കേരള സർക്കാരിന്റെ ശക്തമായ സമ്മർദ്ദമുണ്ട്. ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ മുഴുവൻ പിടികൂടുന്നതിനും പിടികൂടിയ പ്രതികളെയെല്ലാം നിയമത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനും ഒക്കെ തന്നെയുള്ള നടപടികളിൽ SITയെ വിലക്കുന്നതിന് സർക്കാരിന്റെ സമ്മർദ്ദമുണ്ട്. ഇത് നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതുതന്നെയായിരുന്നു. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 90 ദിവസം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ജാമ്യം കിട്ടും. സ്വാഭാവിക ജാമ്യത്തിലേക്ക് അവർ പോയി. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ കേസിൽ, സ്വർണ്ണപ്പാളി കേസിൽ, ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട കേസിലെ പ്രതികളെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ സമ്മർദ്ദങ്ങൾക്ക് SIT വഴങ്ങുകയാണ്. ഹൈക്കോടതി പല പ്രാവശ്യം ഇത് നിരീക്ഷണം നടത്തിയിട്ടും ദൌർഭാഗ്യവശാൽ SITയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു ശക്തമായ നടപടി കാണുന്നില്ല എന്നുള്ള ദൗർഭാഗ്യം. അതിൽ നല്ല ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷെ ആ ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ അന്വേഷണത്തെ മരവിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇല്ല. അല്ല, പോകരുത് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ഡിലേ ചെയ്യുന്നത്. നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ പോലും കാര്യമായ പുരോഗതി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുന്നു.